നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പോലെ ഒരു അസ്മാ ഉൽ ഹുസ്ന, ഒരു തവണ ഈ അസ്മാ ഉൽ ഹുസ്നയൊന്ന് ചൊല്ലിയാൽ ജീവിതം അങ്ങ് മാറിമറിയും. പല ആളുകളും പറയാറുണ്ട്, ഞാനൊക്കെ എന്തോരം അസ്മാ ഉൽ ഹുസ്ന ചൊല്ലിയിട്ടുണ്ട്, ഡെയിലി അസ്മാ ഉൽ ഹുസ്ന ചൊല്ലുന്നവരാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഈ പറയുന്ന ഗുണങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റണില്ല എന്നാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പോലെ ഒരൊറ്റ അസ്മാ ഉൽ ഹുസ്ന മതി. നിങ്ങളുടെ ടെൻഷൻ മാറും, സങ്കടങ്ങൾ നീങ്ങും, കുടുംബത്തിലേക്ക് സമാധാനം പെയ്തിറങ്ങും, അള്ളാഹു നിങ്ങളെ താങ്ങിയെടുക്കും. ഉറപ്പാണ്. മനസ്സിലാക്കി ഒന്ന് പഠിച്ചോ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം കൂടെയാണ്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ റൗളയിൽ കിടന്ന് നമ്മളെ കാണുന്ന നിമിഷമാണ്. ഒരു സ്വലാത്ത്, ഒരേ ഒരു സ്വലാത്ത് ഒന്ന് ചൊല്ലിക്കേ. ആദി ഔവൽ മൈദരായി പാടച്ചു വെച്ച മുഹമ്മദാർ, ബദ്രിലും ബദലങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാഹ്. ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ, സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ, കൈവേടിയല്ലേ ഞങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കാൻ ഈ സദസ്സ് അല്ലാഹു ഒരു നിമിത്തമാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്ര ആളുകളാണ് ടെൻഷനാണ്, സങ്കടമാണെന്നൊക്കെ പറയുന്നത്. എന്തിനാ ഈ ടെൻഷൻ അടിക്കണേ? എന്തിനാ സങ്കടപ്പെടുന്നേ? എന്തിനായി ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോണത്? ഒരൊറ്റ അസ്മാഉൽ ഹുസ്ന പോലെ നമ്മുടെ ജീവിതം മാറിമറിയും, ഉറപ്പാണ്. പലപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ അള്ളാനെ മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ്. അള്ളാനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവൂലേ? പിന്നെ ഉറപ്പാണ്. റബ്ബുൽ ആലമീനായ അള്ളാനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആ ജീവിതത്തിൽ പിന്നെ ടെൻഷൻ അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണില്ലേ, ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. എത്ര നാമങ്ങളുണ്ട് അള്ളാഹ്ക്ക്? 99 നാമങ്ങൾ. മൻ അഹ്സ്വാഹ ദഖലൽ ജന്ന. ആരെങ്കിലും അത് മനപ്പാടാക്കിയാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്നാണ്. ഉസ്താദ്, ഞങ്ങളൊക്കെ മനപ്പാടാക്കിയെന്നാണ്. ആ മനപ്പാടാക്കലല്ല അത്. അതായത് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഓരോ ഇസ്മിലെയും റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ റബ്ബാണെന്നുള്ള ബോധ്യത്തിൽ ഒരൊറ്റത്തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നാണ്. ഇത് കേവലം പേരുകളല്ല, ഓരോ പേരുകളിലും അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളുണ്ട്. ഇപ്പോൾ വെറുതെ ഇങ്ങനെ വായ കൊണ്ടൊരു അധരവ്യായാമം റഹ്മാനി റഹീമിയാ അതിൽ കാര്യമില്ല. കൽബിലേക്ക് ആഴത്തിലിറങ്ങണം. സൂറത്തുർ റഅദിൽ കാണാമല്ലോ, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിന് സമാധാനമാണ്. കാരണം അവരെപ്പോഴും അള്ളാൻ്റെ ദിക്റിലാണ്. അള്ളാൻ്റെ ദിക്ർ, അസ്മാഉൽ ഹുസ്ന, അള്ളാൻ്റെ ഇസ്മ, അതിങ്ങനെ കൽബിലുണ്ടാകണം. വായ കൊണ്ട് വെറുതെ ചൊല്ലിയാൽ പോരാ, കൽബിൽ അതുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും സമാധാനമാണെന്നാണ്. ഇപ്പോൾ ഓരോ ഇസ്മ ചൊല്ലുമ്പോഴും യാ റഹ്മാൻ, അതിങ്ങനെ കൽബിന്ന് വരണം. യാ റഹ്മാൻ, എൻ്റെ ഉമ്മയേക്കാൾ എന്നോട് കരുണയുള്ള എൻ്റെ റബ്ബ്, എന്തോരം തെറ്റ് ചെയ്തിട്ടും
എന്നെ അങ്ങ് നശിപ്പിച്ച് കളയാതെ ഇപ്പോഴും എനിക്ക് ശ്വാസം തരുന്ന റബ്ബ്, എനിക്ക് ഭക്ഷണം തരുന്ന റബ്ബ്, എനിക്ക് വെള്ളം തരുന്ന റബ്ബ്, കുടുംബം തന്ന റബ്ബ്, മക്കളെ തന്ന റബ്ബ്, വീട് തന്ന റബ്ബ്, താമസിക്കാൻ കയറിക്കിടക്കാൻ ഒരു ഇടം തന്ന റബ്ബ്, എല്ലാം തരുന്ന എൻ്റെ റബ്ബ്. ഞാൻ എന്തോരം തെറ്റുകൾ ചെയ്തിട്ടും, എത്ര വലിയ ഹറാമുകൾ ചെയ്തിട്ടും. ഒരാൾ തൗബ ചെയ്തൊരു സന്ദർഭത്തെക്കുറിച്ച് ഞാനിങ്ങനെ ഓർക്കുകയാണ്. നമ്മൾ പ്രണയം അള്ളാഹുവിനോട് എന്ന് പറഞ്ഞൊരു വിഷയം സംസാരിച്ചല്ലോ. ആ വിഷയത്തിന് ശേഷം അതിൻ്റെ ഒരു 10ഓളം എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എൻ്റെ റൂമിൽ വന്നിട്ട് പറയണം, ഉസ്താദേ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എന്തു പറ്റി? ഞാൻ ഒരു 11 തവണയെങ്കിലും വ്യഭിചരിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ കാര്യമാണത്. ഞാനൊരു 11 തവണയെങ്കിലും വ്യഭിചരിച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ റബ്ബിൻ്റെ സ്നേഹം ഇപ്പം തിരിച്ചറിയാണ്. ഇത്രയൊക്കെ വ്യഭിചാരം ഞാൻ ചെയ്തിട്ടും എൻ്റെ റബ്ബെന്നെ നശിപ്പിച്ചില്ല, എനിക്ക് ഭക്ഷണം തരാതിരുന്നില്ല, എൻ്റെ ശ്വാസം മുട്ടിച്ചില്ല, എന്നെ ശ്വാസം മുട്ടുകാരനാക്കിയില്ല, എനിക്ക് മാരക രോഗം തന്ന് പരീക്ഷിച്ചില്ല. ഇങ്ങനെയൊക്കെ റബ്ബെന്നെ താങ്ങി നടക്കുമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ റബ്ബിനൂടെ തെറ്റ് ചെയ്യും? എനിക്ക് തൗബ തരണം, എനിക്ക് തൗബ അള്ളാഹു തരണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താണ് എൻ്റെ റബ്ബിനോട് ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞൊരു സഹോദരൻ്റെ കാര്യം ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പം അള്ളാഹു നമുക്ക് എന്തെല്ലാം തരുന്നുണ്ട് അല്ലേ? നമ്മൾ എന്തോരം തെറ്റ് ചെയ്തിട്ടും ഉമ്മയെക്കാളേറെ നമ്മളെ പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാൻ, ഉമ്മയെക്കാളേറെ നമ്മളെ സ്നേഹിക്കുന്ന റബ്ബ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ദിക്റല്ലാതെ ഹൃദയത്തിന് വേറൊന്നും സമാധാനം തരൂല. നിനക്ക് സമാധാനം വേണോ? നിനക്ക് ഡിപ്രഷനിൽ നിന്ന് പുറത്ത് കിടക്കണോ? ടെൻഷൻ മാറണോ? ഏത് സൈക്കോളജിസ്റ്റിൻ്റെ മുമ്പിൽ, ആസ് എ സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ പറയും, ഏത് സൈക്കോളജിസ്റ്റിൻ്റെ മുമ്പിൽ വന്ന് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും, എത്ര കൗൺസിലിങ്ങിന് വിധേയമായാലും കുറച്ച് നാളത്തേക്ക് ആ സമാധാനമുള്ളൂ. എന്നാൽ ആത്യന്തികമായി യഥാർത്ഥ സമാധാനം കിട്ടണമെങ്കിൽ ഖൽബിൽ ദിക്റുള്ള വേണം, അള്ളാഹുവിൻ്റെ ദിക്ർ വേണം. അതേ സമാധാനം തരൂന്നാണ് പടച്ചോൻ പറയണത്, ഖുർആന പറയണേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ടെൻഷൻ ഫ്രീ ആയ ലൈഫ് വേണോ? ഖൽബിൽ അള്ളാഹുവിൻ്റെ ദിക്ർ വേണം. വായ കൊണ്ടുള്ള ദിക്ർ മാത്രമല്ല, ഖൽബിൽ റബ്ബ് വേണം. അവൻ്റെ ദിക്ർ ഖൽബിയായി നടക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഹിജ്റക്ക് പോകുന്ന വഴിയിൽ ഗുഹയിൽ ഒറ്റപ്പെട്ടു അല്ലേ? ഗുഹയിൽ ഒറ്റപ്പെട്ട സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ ശത്രുക്കൾ പുറത്തുണ്ട്, അവരെങ്ങാനും തല താഴ്ത്തി നോക്കിയാൽ നമ്മുടെ കഥ കഴിഞ്ഞല്ലോ നബിയെ, നമ്മൾ പെട്ടുപോകുമല്ലോ നബിയെ. അന്ന് അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞത് എന്താ? ലാ തഹ്സൻ. അബൂബക്കർ എന്തിനാ പേടിക്കണേ? എന്തിനാ ടെൻഷൻ അടിക്കണത്? നിങ്ങൾ സങ്കടപ്പെടണ്ട. ഇന്നല്ലാഹ മഅനാ. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. ഇതൊരു ബോധ്യമായി മാറണം. അതായത് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ പേരുകൾ പറയുമ്പോഴും ഇപ്പോൾ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ വിളിക്കുന്നത് ഏതർത്ഥത്തിലാണ് വിളിക്കുന്നത്? ഇക്കാക്ക എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഇക്കാക്ക എന്നെ സഹായിക്കും എന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് അല്ലേ? എന്നെ പടച്ച് എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്, എന്നോടൊപ്പം അവൻ്റെ സഹായമുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിലൊന്ന് വിളിക്ക്. അവൻ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഇന്നല്ലാഹ മഅനാ, അവൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അല്ലാഹ് പറയാ ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി വഅൻസലഹു ജുനൂദൻ ലം തറൗഹ. അല്ലാഹു അവർക്ക് സമാധാനം ഇറക്കി കൊടുത്തു, അല്ലാഹു അവർക്ക് സക്കീനത്ത് ഇറക്കി കൊടുത്തു, സമാധാനം ഇറക്കി കൊടുത്തു. മാത്രമല്ല അവർ കാണാത്ത അള്ളാഹുവിൻ്റെ പട്ടാളത്തെ ഇറക്കി സഹായിച്ചു. അതാരാ? മലക്കുകൾ. മനസ്സിലായി? അപ്പം അള്ളാഹ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കെ നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അള്ളാഹിനെ വിളിച്ചു നോക്കിയേ, നമ്മൾ കാണാത്ത പട്ടാളത്തെ ഇറക്കി പടച്ചോൻ സഹായിക്കും, നിങ്ങൾക്ക് സമാധാനം ഇറക്കിത്തരും. സക്കീനത്ത്, സമാധാനം. സക്കീനത്തിൽ നിന്ന് മസ്കൻ എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ? മസ്കൻ, വീട് എന്നതിൻ്റെ അറബിപ്പതാണ് മസ്കൻ. സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് വീട്. പലപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിൽ സമാധാനം ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താ? അവിടെ ദിക്റുള്ള ഇല്ല. ദിക്റുള്ള ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകുമെന്ന് പടച്ചറബ് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ. ഇപ്പോൾ വീടുകളിൽ അസ്മാഉൽ ഹുസ്ന വരട്ടെ. ഞങ്ങൾ വീട്ടിൽ ഒരുപാട് ചൊല്ലാറുണ്ട്, അതവിടെ നിൽക്കട്ടെ, ആ ചൊല്ലലും പറച്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി പുതിയൊരു അസ്മാഉൽ ഹുസ്ന വെറുതെ ചൊല്ലിയാൽ പോരാ, കൽബിൽ തട്ടിയിട്ട് ഓരോ നാമങ്ങൾ പറയുമ്പോഴും എൻ്റെ റബ്ബ്, അവൻ എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണ്, അവൻ എൻ്റെ റബ്ബാണ്, അവൻ രോഗം തന്നാലും തൃപ്തി, അവൻ ആരോഗ്യം തന്നാലും തൃപ്തി, അവൻ ദാരിദ്ര്യം തന്നാലും തൃപ്തി, അവൻ എന്ത് തന്നാലും പടച്ചോനെ താങ്ങാൻ കഴിയാത്തതെന്ന് പരീക്ഷിക്കല്ലേ അല്ല, എൻ്റെ റബ്ബാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഡെയിലി ഒരു തവണ അസ്മാഉൽ ഹുസ്ന, വേണ്ട ആഴ്ചയിൽ ഒരു തവണ ചെല്ലാൻ പറ്റും. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമല്ലേ, നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഒതു എടുത്ത് പൊട്ടിക്കരഞ്ഞിട്ട് ഒരു തവണ അസ്മാഉൽ ഹുസ്ന നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ? മാറും, നിങ്ങളുടെ
ടെൻഷനും ഡിപ്രഷനൊക്കെ മാറും. കാരണം അള്ളാഹ് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്കല്ലേ വലിച്ചെറിയണത് ആ മനുഷ്യനെ, അല്ലേ? ടെൻഷൻ അടിച്ചോ. കാരണം എന്താ? എൻ്റെ റബ്ബെന്നെ കരിക്കൂല, എൻ്റെ റബ്ബെന്നെ പെടുത്തൂല എന്നുള്ള ഉറച്ച ബോധ്യം ആർക്കുണ്ട്? ആ ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് അള്ളാഹിനെ പ്രണയിക്കുന്ന കൽബോടുകൂടെ തീക്കുണ്ടാരത്തിലേക്ക് ചാടുമ്പോൾ അല്ലെങ്കിൽ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കിയില്ല, സിമ്പിളായിട്ട് പോയി വീണു. ആ വീണ സമയത്ത് തീ പോലും തണുപ്പായി മാറി. എന്നാൽ അവിടെ അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാത്ത ഒരുത്തനാണെങ്കിൽ പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഇനി തീയിൽ എൻ്റെ റബ്ബെന്നെ കരിച്ചാലും എൻ്റെ റബ്ബിന് അതാണ് ഇഷ്ടമെങ്കിൽ എനിക്കതാണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം. അപ്പോൾ അള്ളാഹ് എന്താണോ തരുന്നത് അതിൽ തൃപ്തിപ്പെടുന്ന മനസ്സോടുകൂടെ ജീവിക്കുന്ന ഒരാൾക്ക് അടിപൊളിയാണ്, സമാധാനമാണ്. അസ്മാഉൽ ഹുസ്ന ആ ബോധ്യത്തിൽ ചൊല്ലിയാൽ അള്ളാഹു സമാധാനം നിങ്ങൾക്ക് ഇറക്കിത്തരും. ഇപ്പോൾ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ദിക്ർ ഉള്ള മനുഷ്യനും ദിക്റില്ലാത്ത മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം മിസ്ലൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും തമ്മിലുള്ള വ്യത്യാസമാണ്. ദിക്ർ കൽബിലുണ്ടോ അവൻ ജീവനുണ്ട്, ദിക്ർ കൽബിലില്ല അവൻ മരിച്ചുപോയി, ചത്തുപോയവൻ, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, അവൻ്റെ കൽബിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അസ്മാഉൽ ഹുസ്ന കൽബിലുണ്ടാകണം. ഓരോ ദിക്റിൻ്റെയും മഹത്വമറിഞ്ഞ് ചൊല്ലണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഡിപ്രഷനോ സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും നമ്മളെ ബാധിക്കില്ല എന്നാണ്. അപ്പോൾ പല ആളുകളും പറയാറുണ്ട്, ആർക്കും എന്നെ വേണ്ട, ഞാൻ എന്തിനെങ്ങനെ ജീവിച്ചിരിക്കണത്, ആർക്കും എന്നെ വേണ്ട. എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? വഹുവ അർഹമുർ റഹീമീൻ, അവൻ റഹ്മാനാണ് റഹീമാണ്. എടോ ഞാൻ പറഞ്ഞില്ലേ, ഉമ്മയേക്കാൾ നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ റബ്ബുണ്ടായിരിക്കേ. നിനക്ക് ശ്വാസം വിടണമെങ്കിൽ ആര് തരണം? അള്ളാഹ് തരണം. നിനക്ക് കൈയൊന്ന് പൊക്കാൻ പറ്റണമെങ്കിൽ ആര് സഹായിക്കണം? അള്ളാഹ് സഹായിക്കണം നിന്നെ. നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, നീ എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊക്കെ പടച്ചു തരണതാ. അങ്ങനെയുള്ള റബ്ബ് കൂടെ ഉണ്ടായിരിക്കും, എനിക്ക് ആരുമില്ല എന്നും പറഞ്ഞ് നീ സങ്കടപ്പെടുന്നതിൽ എന്തർത്ഥാണുള്ളത്? ആ ബോധ്യത്തിലേക്ക് മനുഷ്യ നീ വരണം. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ. എന്നാരും മനസ്സിലാക്കണില്ല എന്ന് പറയല്ലേ. എൻ്റെ കെട്ടിയവൻ എന്നെ മനസ്സിലാക്കണില്ല, എൻ്റെ വാപ്പ എന്നെ മനസ്സിലാക്കണില്ല, എൻ്റെ ഉമ്മ എന്നെ മനസ്സിലാക്കണില്ല. വേണ്ടടോ, ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ. നിൻ്റെ കൽബിൻ്റെ ഉള്ളിൽ നീ ഒളിപ്പിച്ച് വെച്ച രഹസ്യങ്ങൾ പോലും അറിയുന്നൊരു റബ്ബ് നിനക്കുണ്ട്. നിൻ്റെ ഉള്ളിൽ നീ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു രഹസ്യം പോലും അറിയുന്നൊരു റബ്ബ് നിനക്കുണ്ട്. ആ റബ്ബ് എല്ലാം അറിയുന്നുണ്ട്, നിന്നെ അറിയുന്നുണ്ട്. ആ റബ്ബ് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം നിനക്കില്ലാതെ പോയപ്പോഴാണ് നിനക്ക് ഡിപ്രഷനൊക്കെ വന്നത്. ആ റബ്ബ് കൂടെ ഉണ്ട്, ഉറച്ച ബോധ്യം വേണം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ചിലർ പറയും, എനിക്കൊരു വിലയില്ല, ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ട് അമ്മായിമ്മ മൈൻഡ് ചെയ്യണില്ല, കെട്ടിയമ്മ മൈൻഡ് ചെയ്യണില്ല. വേണ്ട, സൂറത്തുൽ ഹൂദിൽ അല്ലാഹ് പറയുന്നില്ലേ, വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഅ്മിനീൻ. മോളെ, നീ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ പടച്ചോൻ നിനക്ക് കൂലി തരും. അള്ളാഹ് അതൊക്കെ കണ്ടിട്ടുണ്ട്. നീ ക്ഷമിക്ക്. അമ്മായിയമ്മ അങ്ങനെ കണ്ടില്ല, ടെൻഷൻ അടിക്കണ്ട, അള്ളാഹ് കണ്ടിട്ടുണ്ട്. നീ ഒന്ന് ക്ഷമിക്ക്, നീ ഒന്ന് അടങ്ങ്. അള്ളാഹു നിന്നെ താങ്ങിയെടുക്കാൻ തയ്യാറാണ്. നീ ടെൻഷൻ അടിക്കല്ലേ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിന്നെ രക്ഷിക്കാൻ, നിന്റെ പ്രയാസങ്ങൾ നീക്കാൻ എല്ലാത്തിനും കഴിയുന്ന റബ്ബ് നിന്റെ കൂടെ ഉണ്ട്. ആ റബ്ബിൻ്റെ കൂട്ട് നിനക്കുണ്ടെങ്കിൽ പിന്നെന്ത് ടെൻഷനാണുള്ളത്? അതുകൊണ്ട് തന്നെ ഇങ്ങനെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ റബ്ബിനോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നുകൊണ്ടൊരു പ്രണയത്തിൽ, ഇല്ലേ, ഞാൻ എൻ്റെ കാമുകനെ എങ്ങനെ വിളിക്കണം, അല്ലെങ്കിൽ കാമുകി എങ്ങനെ വിളിക്കണം, ആ വിളിയിൽ പോലും ഇങ്ങനെ പ്രണയം നിറഞ്ഞു നിൽക്കും. ആ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നു. എൻ്റെ കൂടെ ഉണ്ട്. ചിലപ്പോൾ വിദേശത്തായിരിക്കും കെട്ടിയോൻ, എന്നാൽ സ്നേഹമുള്ള ഭാര്യ കകാന്ന് വിളിക്കുമ്പോൾ കെട്ടിയോൻ അടുത്തുള്ളതുപോലെ. എന്നാൽ അള്ളാഹു അടുത്തുള്ളത് പോലെയല്ല, അവൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ട്, അവൻ്റെ സാമീപ്യം നമ്മോടൊപ്പം ഉണ്ട്. ആ ബോധ്യത്തിൽ തന്നെ വിളിക്കണം. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യൻസുറുകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും. അള്ളാഹ് നിങ്ങളെ സഹായിച്ചാൽ ഒരാളും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹ് നിങ്ങളെ സഹായിച്ചാൽ ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ആ റബ്ബ് എവിടെയാണ് ആ റബ്ബ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹ് പറയുന്നില്ലേ, പറഞ്ഞു കൊടുക്ക് നബിയെ, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. وَإِذَا سَأَلَكَ عِبَادِي عَنِّي, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ ചോദിച്ചാൽ പറയണം നബിയേ, ഫഇന്നീ ഖരീബ്, ഞാൻ അടുത്തുണ്ട്, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ എന്നാണ്. ആ റബ്ബിനെ വിളിക്കണം നമ്മൾ അസ്മാഉൽ ഹുസ്നയിൽ. അതാണ് വെറുതെ എങ്ങനെങ്ങാട് ചൊല്ലിപ്പോയിട്ട് കാര്യമില്ല. ഏറ്റവും ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സമയം
നമ്മൾ മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, പാതിരാത്രി സമയം അള്ളാഹിൻ്റെ റഹ്മത്ത് 1-ാം ആകാശത്തിലൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്ന നിമിഷം റബ്ബ് ചോദിക്കാൻ, ആർക്കാണ് പാപമോചനം വേണ്ടത്? ചോദിച്ചോ, ഞാൻ തരാം. എന്തും തരാൻ തയ്യാറായി റബ്ബ് നിൽക്കുന്ന ആ നിമിഷത്തിൽ ഒറ്റയ്ക്കിരുന്നിട്ട് തഹജ്ജുദിൻ്റെ വേളയിൽ ആരും വേണ്ട, ഞാനും എൻ്റെ റബ്ബും. ഈ വീട്ടിലുണർന്നിരിക്കുന്നത് ഞാനും എൻ്റെ റബ്ബും, വേറെ ആരുമില്ല. അവിടെ ഇരുന്ന് ആ നെഞ്ചിലേക്ക് കൈയൊന്ന് ചേർത്ത് വെച്ചിട്ട് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ്, ആ റഹ്മത്തും ആ റഹീമിയത്തും ഒക്കെ നമ്മുടെ കൽബിലേക്ക് ഇങ്ങനെ കയറി വരണം. അല്ലാഹു നിറഞ്ഞു നിൽക്കണം കൽബിൽ. സുബ്ഹാനക യാ റബ്ബ്. ടെൻഷൻ അടിക്കല്ലേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് പറ്റൂല എന്നൊന്നും ചിന്തിക്കല്ലേ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കണ്ട. അവൻ കാരുണ്യവാനാണ്, എല്ലാ ടെൻഷനും മാറ്റുന്നവനാണ്. എന്തോരം ടെൻഷൻ, എന്തിന് ടെൻഷൻ അടിക്കണേ? പെമ്മക്കളെക്കുറിച്ച് ഓർത്ത് മക്കളെ കെട്ടിക്കാൻ ഒരു വഴിയിൽ ഉസ്താദ് ടെൻഷനാന്ന് പറഞ്ഞവർ എന്തിനാണ്? സുഹൃത്ത് അങ്കബൂത്തിലൂടെ അള്ള പറയുന്നില്ലേ, ഈ ലോകത്തുള്ള ഈ സർവ്വചരാചരങ്ങൾക്കും ഭക്ഷണം കൊടുക്കണതാരാ? അള്ളാഹുവാണ് മറ്റേൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. വയ്യാക്കും, നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് അള്ളാഹുവാണ്. വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനാണ്. പിന്നെന്തിനാണോ ടെൻഷൻ? പക്ഷെ പരീക്ഷിക്കും. ഈ പരീക്ഷണം എന്തിനീ പരീക്ഷണം? എന്തിനാണ് പരീക്ഷണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാനാണ്. നിങ്ങൾ അള്ളാനെ എത്ര സ്നേഹിക്കുന്നുണ്ട്? ആ സമയത്ത് അള്ളാനെ കുറ്റം പറയുമോ? എന്നല്ല, പരീക്ഷണം തരുവോടോ. ആ പരീക്ഷണത്തിലൊന്ന് ക്ഷമിച്ചിട്ട് പഠിച്ചോനെ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ടാ വബശ്ശിരി സ്വാബിരീൻ, അവർക്കാണ് സന്തോഷം. പരിശുദ്ധ ഖുർആൻ പറയാം, അവർക്കാണ് സന്തോഷം അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തരാതിരിക്കാൻ അതെപ്പോഴും നമ്മൾ ദ്വാരക്കണം. നമ്മുടെ ഈമാൻ അത്രയുള്ളൂ. അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ സഹിച്ചതുപോലെയൊന്നും സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ റബ്ബിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ സമയത്തും അൽഹംദുലില്ലാ എന്ന ബോധ്യത്തോടുകൂടെ റബ്ബിൻ്റെ മുമ്പിൽ നിന്നു കൊടുത്താൽ മതി, അവൻ നമ്മളെ അങ്ങ് ഏറ്റെടുക്കുന്നതാണ്. അപ്പം ഇന്ന് മനസ്സിനൊരു ചെറിയ സമാധാനം കിട്ടിയില്ലേ? അള്ളാഹ് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഈ സദസ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വുളു എടുത്തിട്ട് ഒരു തവണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്ക്, എൻ്റെ റബ്ബെന്നോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ. അങ്ങനെ ഡെയിലി കഴിയുമെങ്കിൽ അള്ളാഹ് കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ സുബീസ്കാരം കഴിഞ്ഞിട്ടൊക്കെ ചൊല്ലിക്കോ. അന്നത്തെ ദിവസം അടിപൊളിയോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ സ്വബാഹുൽ ഖൈറുമായി ബന്ധപ്പെട്ട് പല ആളുകളും നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യുമ്പോൾ പാവപ്പെട്ട, ബുദ്ധിമുട്ടനുഭവിക്കുന്ന, അസുഖബാധിതരായ, അപകടങ്ങളിൽ പെട്ടുപോകുന്ന, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ സാധാരണക്കാരുണ്ട്, അതിൽ ഉസ്താദുമാരുണ്ട്. അവരെയൊക്കെ സഹായിക്കാനായിട്ട് നമ്മുടെ റിലീഫ് പദ്ധതി കൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. നമ്മളറിയാതെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നത് അൽഹംദുലില്ലാ, എത്ര വലിയ സന്തോഷമാണത്. ഞാനും അതുപോലെ ഇന്നലെ വലിയൊരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്ക് പെട്ടെന്നാണ് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു വർഷം മുമ്പ് നമുക്ക് ബിസ്മില്ലാഹി എന്ന് തുടങ്ങുന്ന നമ്മൾ ദിക്ർ പഠിച്ചിട്ടുണ്ടായ ഒരു അപകടത്തിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ ഇന്നലെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് അൽഹംദുലില്ലാ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ അപകടത്തിൻ്റെ ഒരു തീവ്രതയൊന്നും വിശദീകരിക്കാൻ ഈ ഒരു കുറച്ച് സമയം പോരാ. അത്ര വലിയൊരു അപകടത്തിൽ നിന്ന് ഞാനും എൻ്റെ കുടുംബമൊക്കെ രക്ഷപ്പെട്ടത് അൽഹംദുലില്ലാ. നമ്മൾ ഈ ഹംദ് പറയുന്നതിൻ്റെ, പാവപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഈ പുണ്യം നിറഞ്ഞ വെള്ളിയാഴ്ച 1001 രൂപ അയക്കാൻ കഴിയുന്നവരങ്ങനെ, അല്ല 313 ആണെങ്കിൽ അങ്ങനെ, ചുരുങ്ങിയതൊരു 313എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നവരുണ്ടെങ്കിൽ ആരെയും നിർബന്ധിക്കുകയല്ല കേട്ടോ. നമ്മൾ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി കൊടുത്താൽ നമ്മുടെ കണ്ണീര് അള്ളാഹു കഴുകി കളയില്ലേ? അള്ളാഹു നമ്മുടെ സങ്കടങ്ങൾ മാറ്റിത്തരില്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം നമ്മൾ ഇന്ന് ചോദിക്കുകയാണ്. എല്ലാ ദിവസവും കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, നമ്മളത് ഗൂഗിളിൽ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അതിൽ നിന്നൊരാളെയാണ് നമ്മൾ എല്ലാ ആഴ്ചയിലും സമ്മാനം കൊടുക്കുന്നത് അല്ലേ? അൽഹംദുലില്ലാ, ഈ ആഴ്ചയിലെ വിജയ് ഇതുവരെ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് മെസ്സേജ് ചെയ്തിട്ടില്ല. മെസ്സേജ് എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് സമ്മാനം നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിരിക്കും. വിജയെ നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഏതായാലും ആ വിജയിയായ ആൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൃത്യമായി അയക്കണം എന്നുണർത്തുകയാണ്. ഇതുവരെ അദ്ദേഹം അയച്ചിട്ടില്ല. ശരി, ഇന്നത്തെ ചോദ്യം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവുമായി സംസാരിച്ചത് ഏത് പർവ്വതത്തിൽ വെച്ചാണ്? ആ പർവ്വതത്തിൻ്റെ പേരെന്താണ്? മൂസാ നബി അള്ളാഹുമായി സംസാരിച്ചത് ഏത് പർവ്വതത്തിൽ വെച്ചാണ്? ആ പേര് കമൻറ്റ് ചെയ്യണം. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും 1000 രൂപയല്ലേ എന്നാണ്. 1000 രൂപ പോയിട്ട് ഒരു 100 രൂപ പോലും
അത്യാവശ്യത്തിന് കയ്യിലെടുക്കാനില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ട് കേട്ടോ. പല ആളുകളും പറഞ്ഞൊരു സന്തോഷം, ഉസ്താദേ 1000 രൂപ ആ സമ്മാനം എനിക്ക് കിട്ടിയത് അൽഹംദുലില്ലാ വല്ലാത്തൊരു സന്തോഷമാണെന്നാണ്. അൽഹംദുലില്ലാ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അള്ളാഹു എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാ. പരിശുദ്ധമായി വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്തുണ്ട്. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നീ തട്ടിക്കളയല്ലേ അല്ലാ. കുടുംബത്തിലെ സമാധാനം തരണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. പടച്ചോനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതർ ഞങ്ങളിലുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. പടച്ചവനെ, പലരും പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവരുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാ. യാ റബ്ബന, റിസൾട്ട് വന്നവർക്ക് ഹൈറായ അഡ്മിഷൻ നീ നൽകണേ അല്ല. പരീക്ഷകൾ എഴുതാനിരിക്കുന്നവരുടെ ഉന്നത വിജയം നീ നൽകണേ അല്ല. യാ റബ്ബന, കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഖബറിലാണ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന പ്രായം ചെന്ന ഉമ്മമാർ, ഉപ്പമാർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.